നമസ്കാരം കേരള. ഹൃദയത്തിൽ മുട്ടിട്ട ആ പ്രണയത്തിന് തന്റെ ജീവനെടുക്കാൻ ശേഷിയുണ്ടെന്ന് വിഷ്ണുപ്രിയ അറിഞ്ഞിരുന്നില്ല. പ്രണയാഭ്യർത്ഥന നിരസിച്ച വൈരാഗ്യത്താൽ കണ്ണൂർ കൂത്തുപറമ്പിനടുത്ത വെള്ളിയായിലെ വിഷ്ണുപ്രിയയെ വീടിനകത്ത് അതിക്രമിച്ചു കയറി കഴുത്തിൽ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. കേസിലെ പ്രതി കൂത്തുപറമ്പിനടുത്ത മനന്തേരിയിലെ താഴേക്കളത്തിൽ വീട്ടിൽ ശ്യാംജിത്തിനെയാണ് കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. ശ്യാംജിത്തിനുള്ള ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും. തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി A.V. മൃദുലയാണ് ശിക്ഷ വിധിക്കുക. കൊല്ലപ്പെട്ട വിഷ്ണുപ്രിയയുടെ സഹോദരിയുടെ സഹപാഠിയായിരുന്നു പ്രതി ശ്യാംജിത്ത്. ഓൺലൈൻ ക്ലാസുമായി ബന്ധപ്പെട്ട് സഹോദരിയുടെ ഫോണിലേക്ക് വന്ന വിളിയിലൂടെയാണ് ഇരുവരും അടുത്തത്. സൗഹൃദം പ്രണയത്തിലെത്തി അധികം വൈകാതെ ബന്ധത്തിൽ അസ്വാരസ്യങ്ങളായി. ശ്യാംജിത്തിന്റെ സംശയവും സ്വാർത്ഥതയും വില്ലനായതോടെ ബന്ധം ഉപേക്ഷിക്കാൻ വിഷ്ണുപ്രിയ തീരുമാനിച്ചു. പലതവണ ഇക്കാര്യം പറഞ്ഞെങ്കിലും ബന്ധം അവസാനിപ്പിക്കാൻ ശ്യാംജിത്ത് തയ്യാറായില്ല. ഇതിനു പിന്നാലെയാണ് വയനാട്ടിലേക്കുള്ള വിനോദയാത്രയ്ക്കിടെ വിഷ്ണുപ്രിയ ഫോട്ടോഗ്രാഫറായ പൊന്നാനി സ്വദേശിയെ പരിചയപ്പെടുന്നത്. ഇവർ പിന്നീട് പ്രണയത്തിലായി. ഇതറിഞ്ഞ് ശ്യാംജിത്ത് ഭീഷണിയുമായി രംഗത്തെത്തി. വിഷ്ണുപ്രിയയെയും ആൺസുഹൃത്തിനെയും നേരിൽ കണ്ട് ബന്ധം പിരിയാൻ സമ്മർദ്ദം ചെലുത്തി. എന്നാൽ പ്രണയം അവസാനിപ്പിക്കില്ലെന്ന് ഇരുവരും നിലപാടെടുത്തതോടെ ശ്യാംജിത്തിന്റെ പക വർദ്ധിച്ചു. ഇതാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. 2022 ഒക്ടോബർ 2 കണ്ണൂർ പാനൂരിലെ വീട്ടിൽ ആൺസുഹൃത്തിനെ വീഡിയോ കോൾ ചെയ്തിരിക്കുകയായിരുന്നു വിഷ്ണുപ്രിയ. അപ്പോഴാണ് ശ്യാംജിത്ത് അവിടേക്ക് കയറി ചെന്നത്. ശ്യാം ചേട്ടൻ വരുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യുമെന്ന് വിഷ്ണുപ്രിയ ആൺസുഹൃത്തിനോട് പറഞ്ഞു. 17 സെക്കൻഡ് ആൺസുഹൃത്ത് ശ്യാംജിത്തിനെ കോളിലൂടെ കണ്ടിരുന്നു. ഇതാണ് കേസിൽ നിർണായകമായത്. കയ്യിൽ കരുതിയ ചുറ്റിക കൊണ്ട് ശ്യാംജിത്ത് വിഷ്ണുപ്രിയയുടെ തലക്കടിച്ചു. കൈകാലുകളുടെയും കഴുത്തിലെയും ഞരമ്പ് മുറിച്ചു. നെഞ്ചിലെയും മറ്റും കുത്തിപ്പരിക്കേൽപ്പിച്ചു. 26 മുറിവുകളാണ് വിഷ്ണുപ്രിയയുടെ ശരീരത്തിലുണ്ടായിരുന്നത്. ആൺസുഹൃത്ത് ഇതിനോടകം തന്നെ ശ്യാം വീട്ടിലെത്തിയ കാര്യം പരിചയത്തിലുള്ള പോലീസുകാരെ അറിയിച്ചിരുന്നു. വിവരമറിഞ്ഞ ആളുകൾ എത്തുമ്പോഴേക്കും വിഷ്ണുപ്രിയ കൊല്ലപ്പെട്ടിരുന്നു. പ്രതിയുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതി കൂത്തുപറമ്പിനടുത്ത മാനന്തേരി എന്ന പ്രദേശത്താണുള്ളതെന്ന് പോലീസിന് വ്യക്തമായി. പോലീസ് എത്തുമ്പോൾ അച്ഛന്റെ ഹോട്ടലിൽ സഹായിയായി നിൽക്കുകയായിരുന്നു പ്രതി. യാതൊരു ഭാവവ്യത്യാസങ്ങളും പ്രതിക്കുണ്ടായിരുന്നില്ല. ആദ്യം കുറ്റം നിഷേധിച്ച പ്രതി പിന്നീട് താൻ കൃത്യം ചെയ്തെന്ന് സമ്മതിക്കുകയായിരുന്നു. കൃത്യത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ പിറ്റേന്ന് കുളത്തിൽ നിന്നും കണ്ടെത്തി. കൊലം നടത്തിയ ശേഷം വീട്ടിലെത്തിയ പ്രതി കുളിച്ച് വൃത്തിയാവുകയും കൊലപാതകത്തിന് ഉപയോഗിച്ച സാധനങ്ങൾ തൊട്ടടുത്ത കുളത്തിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. കണ്ടെടുത്ത വസ്തുക്കളിൽ മനുഷ്യരക്തത്തിന്റെ അവശിഷ്ടമുണ്ടായിരുന്നു. പ്രതി കടയിൽ നിന്ന് ചുറ്റിക വാങ്ങിയതിന്റെയും പാനൂർ ടൗണിൽ എത്തിയതിന്റെയും പെൺകുട്ടിയുടെ വീട്ടിലെത്തിയതിന്റെയും CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. പെൺകുട്ടിയുടെ വീട്ടിൽ യുവാവ് വന്നുപോയത് 3 പേർ കണ്ടിരുന്നു. വീഡിയോ കോളിൽ ആൺസുഹൃത്തിന് ലഭിച്ച വിവരങ്ങൾ നിർണായകമായി. ദൃക്സാക്ഷികളില്ലാത്ത കേസാണ് പോലീസ് തെളിയിച്ചത്. സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ഫോൺ കോൾ റെക്കോർഡുകളും ഉപയോഗിച്ച 34 ദിവസത്തിനകം പാനൂർ CI MP ആസാദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. കൊലപാതകം ആസൂത്രണം ചെയ്ത 5-ാം പാതിര സിനിമ കണ്ടാണെന്ന് ശ്യാംജിത്ത് പറഞ്ഞതായി പോലീസും വ്യക്തമാക്കി. 5-ാം പാതിരയിലെ കൊലപാതകയുടേതിന് സമാനമായ വേഷത്തിലാണ് ശ്യാംജിത്ത് കൃത്യം നടത്താൻ വിഷ്ണുപ്രിയയുടെ വീട്ടിലെത്തിയത്. സിനിമ കണ്ടത് ആസൂത്രണത്തിന് സഹായകമാണെന്ന് മൊഴി വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. കേസിൽ ജീവപര്യന്തം ശിക്ഷ ലഭിച്ചാലും തനിക്കൊന്നുമില്ലെന്നും കൃത്യത്തിൽ കുറ്റബോധമില്ലെന്നും പ്രതി പറഞ്ഞതും വാർത്തയായിരുന്നു. വിഷ്ണുപ്രിയ അർഹിക്കുന്ന ശിക്ഷയാണ് താൻ നൽകിയതെന്നായിരുന്നു അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതിയുടെ നിലപാട്. തനിക്കിപ്പോൾ 25 വയസ്സാണെന്നും ജീവപര്യന്തം ശിക്ഷ കഴിഞ്ഞിറങ്ങുമ്പോൾ 39 വയസ്സേ ആകൂ എന്നാണ് ഒരു കൂസലുമില്ലാതെ ശ്യാംജിത്ത് അന്ന് പ്രതികരിച്ചത്. എന്നാൽ ഇന്ന് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ശ്യാംജിത്ത് മൗനം പാലിക്കുകയാണ് ചെയ്തത്. നിഷ്ഠൂരമായ കൃത്യത്തിന് കോടതി എന്ത് ശിക്ഷ വിധിക്കുമെന്ന് തിങ്കളാഴ്ച അറിയാം.